अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नुमिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु। अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആത്മീയത, ഭൗതികത, ഭീകരത, ഇസ്ലാമിന് പറയാനുള്ളത് എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായ ഒരു വീക്ഷണം വെച്ചു പുലർത്തുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്കാണ് ഒരു മുസ്ലിമിൻ്റെ ആദർശം എന്ന് പറയുന്നത്. തൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും തൻ്റെ സമൂഹത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും തൻ്റെ രാഷ്ട്രത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും തൻ്റെ അയൽവക്കത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും തൻ്റെ കുടുംബത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സംബന്ധിച്ച കാഴ്ചപ്പാടുകളും, അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ, നാനാവശങ്ങളിൽ കൃത്യമായ ഒരു വീക്ഷണക്കോണ് സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ പരിപൂർണമായും തൻ്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഒന്നാമതായി അവൻ അറിഞ്ഞ യാഥാർത്ഥ്യം, ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശം ആ ആദർശമല്ല ഈ ലോകത്തുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നത് എന്ന ആദർശം എന്ന പ്രഖ്യാപനമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ ആദർശം സ്വീകരിക്കുന്നവരല്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരു മതക്കാരല്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളല്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും സത്യത്തിൻ്റെ വാഗ്ദാക്കളല്ല. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നീതിയുടെ വാഗ്ദാക്കളല്ല. അങ്ങനെയാവുകയുമില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിയവനാണ് യഥാർത്ഥ മുഅ്മിൻ. കാരണം വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അവൻ ഈമാനുള്ളവരാക്കുമായിരുന്നു, വിശ്വാസികളാക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല.
ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ വിശ്വാസവും ഒരേ ആദർശവും സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാവുകയില്ല. എന്നിരിക്കവേ അഫ അന്ത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, അതേ ജനങ്ങൾ മുഴുവൻ വിശ്വാസികളാകാത്തതിന്റെ പേരിൽ നീ നീരസം പ്രകടിപ്പിക്കുകയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു, വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മത്തുൻ വാഹിദ വലാകിൻ യളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ വലതുസ്അലുന്ന അമ്മാ കുന്തും തഅമലൂൻ. തീർച്ചയായും അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഏകസമൂഹമാക്കുമായിരുന്നു. എന്നാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പിഴപ്പിക്കും, അവരുദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കും എന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും കൃത്യമായ ആദർശം സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുമെന്ന കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. നേരെ മറിച്ച് ബഹുത്വം, അത് ആദർശത്തിന്റെ കാര്യത്തിൽ, മതങ്ങളുടെ കാര്യത്തിൽ, സിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ, നാഗരികതകളുടെ കാര്യത്തിൽ ഇസ്ലാം സമ്മതിക്കുന്നുണ്ട്. ഇസ്ലാം അത് കാണുന്നുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളിൽ ആ വ്യത്യസ്തത ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല, അതിനു പുറമെ, ആദർശത്തിന് പുറമെ, വിശ്വാസത്തിന് പുറമെ ആ രൂപത്തിൽ നാഗരികമായ, സാംസ്കാരികമായ, ആദർശപരമായ വൈജാത്യങ്ങൾക്കും വ്യത്യാസങ്ങൾക്കും പുറമെ സാമൂഹികമായി മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതും ഖുർആൻ പരിഗണിച്ചു. എല്ലാവരും വെളുത്തവരല്ല, എല്ലാവരും കറുത്തവരല്ല, എല്ലാവരും പാശ്ചാത്യരല്ല, എല്ലാവരും പൗരസ്ത്യരല്ല, എല്ലാവരും അറബിയല്ല, എല്ലാവരും അനറബിയല്ല. ആ രൂപത്തിലൊരു വകഭേദം മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് അറിയാതെ സംഭവിച്ചു പോയതല്ല, അത് ബോധപൂർവകമായ ഒരു ഇടപെടലാണെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മാനവികതയെ വിളിച്ചുകൊണ്ട് മാനവനോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, എത്ര കോടിയായാലും, നിങ്ങൾ എത്ര ലക്ഷങ്ങളായാലും, നിങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം മൂലയിലായാലും, നിങ്ങൾ പാശ്ചാത്യനായാലും, നിങ്ങൾ പൗരസ്ത്യനായാലും, നിങ്ങൾക്കൊരു ബന്ധമുണ്ട്. അതേ, ഒരു പൊക്കിൾക്കൊരു ബന്ധത്തിൽ ഒന്നിക്കപ്പെട്ട അല്ലെങ്കിൽ ആ രൂപത്തിൽ ചേർക്കപ്പെട്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. നിങ്ങളെല്ലാവരും ഒരുമ്മയുടെയും ഒരുപ്പയുടെയും മക്കളാണ്. എന്നാൽ നിങ്ങൾക്കിടയിൽ വർഗങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്. ആ വർഗവർണ്ണ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ, കറുത്തവനും വെളുത്തവനും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ, പാശ്ചാത്യനും പൗരസ്ത്യനും ഉണ്ടെങ്കിൽ, ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ തഖ്വയുള്ളവൻ അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ. തഖ്വ കാത്തു സൂക്ഷിക്കുന്നവൻ, പരിപൂർണമായ തഖ്വ സ്വജീവിതത്തിൽ കൈവരിച്ചവൻ, അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയൻ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അതടിസ്ഥാനപരമായ ഒരു പ്രഖ്യാപനമാണ്. മനുഷ്യരെല്ലാവരും ഒരേ തട്ടിലല്ല, എല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരല്ല. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനത്തിൽ മനുഷ്യർക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അല്ലാഹുവിന്റെ അടുക്കലുള്ള ആ സ്ഥാനത്തിലുള്ള ഏറ്റക്കുറച്ചിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിൽ പെട്ടുപോയതുകൊണ്ട്, അല്ലെങ്കിൽ തൊലിയുടെ നിറം കറുത്തതായതുകൊണ്ട്, അതല്ലെങ്കിൽ വെളുത്തതായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ആദരവ് പരിഗണിക്കുന്നത്, ആദരവിനർഹനാകുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തഖ്വയുടെ മാനദണ്ഡത്തിലാണ് മനുഷ്യർ വേർതിരിയുന്നത്. വിശ്വാസത്തിന്റെ മാനദണ്ഡത്തിലാണ് മനുഷ്യർ വേർതിരിയുന്നത്. വിശ്വാസത്തിന്റെ മാനദണ്ഡത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നതും മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ അവഗണിക്കപ്പെടുന്നതും എന്ന കൃത്യമായ വിചാരം മനുഷ്യ സമൂഹത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെതായ തനതായ ശക്തമായ സത്യമായ ആദർശം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ആദർശ പ്രഖ്യാപനം കേവലം പ്രസംഗമായിരുന്നില്ല, കേവല സിദ്ധാന്തങ്ങളായിരുന്നില്ല. നേരെ മറിച്ച് മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളിലും തങ്ങളുടേതായ ഈ കാഴ്ചപ്പാടുകൾ കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ തന്നോടൊപ്പം ജീവിച്ച അന്യമതസ്ഥരായ തന്റെ സഹോദര സമുദായക്കാരായ സഹോദര മതം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് പ്രവാചകൻ വെച്ച് പുലർത്തിയ നിലപാടുകൾ
കൃത്യമായി ഹദീസിന്റെ താളുകളിലുണ്ട്. അതിൽ പലപ്പോഴും നാം ആവർത്തിച്ച് കേട്ട സുപ്രധാനമായ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു യഹൂദിയുടെ ജനാസ ആ വഴിക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രവാചകൻ കണ്ട മയ്യത്ത് ഒരു യഹൂദിയുടെ മയ്യത്തായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരാണ് യഹൂദി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് ആടിന്റെ കുറകായിരുന്നുവെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ആടിന്റെ കുറകാണെന്ന് മനസ്സിലാക്കി ആ ആടിന്റെ കുറക് നന്നായി പൊരിച്ച് അതിൽ മാരകമായ വിഷം പുരട്ടിയിട്ട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊട്ടാൻ ശ്രമിച്ച് അങ്ങനെ പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ചവനാണ് യഹൂദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വീടിന്റെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ തലയിലേക്ക് വലിയ പാറക്കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് രണ്ടാം വട്ടവും പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ചവനാണ് യഹൂദി. രണ്ടു വട്ടമുള്ള വധശ്രമം പരാജയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തുകൊണ്ട് പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചവനാണ് യഹൂദി. അങ്ങനെയുള്ള തന്റെ ശത്രുപക്ഷത്തിൽപ്പെട്ട വ്യക്തമായ ശത്രു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ആ യഹൂദിയായ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകനോടൊപ്പമുള്ള പ്രവാചകന്റെ സഹാബത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹാ ജനാസത്തു യഹൂദി, അതൊരു യഹൂദിയുടെ ജനാസയല്ലയോ പ്രവാചകരെ? അതൊരു യഹൂദിയുടെ മയ്യത്തല്ലയോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എങ്ങനെയെന്നറിയുമോ? ഇദാ റഅയ്തുമുൽ ജനാസ ഫഖൂമു ലഹാ, നിങ്ങളൊരു മയ്യത്ത് കണ്ടാൽ എഴുന്നേറ്റ് നിന്നോണം. അവന്റെ മതം നോക്കിയിട്ടല്ല, അവന്റെ ജാതി നോക്കിയിട്ടല്ല, അവന്റെ വർഗം നോക്കിയിട്ടല്ല, അവന്റെ ശരീരത്തിന്റെ നിറം നോക്കിയല്ല, പാശ്ചാത്യ പൗരസ്ത്യ വൈജാത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യനാണോ ആ മനുഷ്യന്റെ മയ്യത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട കാഴ്ചപ്പാടിനെ സംബന്ധിച്ച കൃത്യമായ ബോധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നൽകുന്നത്. ഇങ്ങനെ പരിശോധിച്ചാൽ എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചോളൂ. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ ബന്ധുക്കളോട് അതുപോലെ തന്നെ തന്റെ മാതാപിതാക്കളോട് കാഴ്ചവെക്കേണ്ട, അവരോട് പെരുമാറേണ്ട പെരുമാറ്റ രീതികളെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോഴും വിശുദ്ധ ഖുർആൻ വർഗവർണ്ണ വൈജാത്യ മാനദണ്ഡത്തിൽ കാര്യങ്ങൾ വീക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നീ ശിർക്ക് ചെയ്യുവാൻ നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, ആദർശത്തിൽ സന്ധിയില്ല, ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ല. ആദർശം പണയം വെക്കാനുള്ളതല്ല, ആദർശം മാറ്റിമറിക്കാനുള്ളതല്ല. ആ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ആദർശം കൃത്യമായി പുലർത്തിക്കൊണ്ട് തന്നെ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അന്യമതസ്ഥരായ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ നീ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ആ മാതാപിതാക്കളോട് പെരുമാറേണ്ട പെരുമാറ്റം ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണമെന്ന് ഖുർആൻ അനുശാസിക്കുന്നു. അതുമാത്രമാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഴ്ചവെച്ച ഒരു മുസൽമാന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിത നിലപാട്? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭൃത്യനെ തെരഞ്ഞെടുത്തു. ആ ഭൃത്യനെ സംബന്ധിച്ച വിശദീകരണം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കാന ഗുലാമുൻ യഹൂദി യഖ്ദിമുൻ നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, ഭൃത്യവേല ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു യഹൂദിയായ കുട്ടിയുണ്ടായിരുന്നു. ഫമരിള, ആ കുട്ടി രോഗബാധിതനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഗീയത പുലർത്തുന്നില്ല, വർണ്ണവറി കാണിക്കുന്നില്ല. ഒരിക്കലും അവിടെ വൈജാത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാനുഷികമായി ഉയർന്നു പൊങ്ങിയ ഒരു തരത്തിലുമുള്ള നീരസവും പ്രകടിപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോകുന്നു. അദ്ദേഹത്തെ, ആ കുട്ടിയെ സന്ദർശിക്കുന്നു. എന്നിട്ട് നബി ചെന്നിട്ട് റസൂലുള്ള തന്റെ ദൗത്യം നിർവഹിക്കുകയാണ്.
ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന കുട്ടിയുടെ സമീപത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നിന്നിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാരുണ്യ പ്രവർത്തനം നിർവഹിച്ച് ആ കുട്ടിയോട് പ്രവാചകൻ പറഞ്ഞു, അസ്ലിം, പൊന്നാരമോനെ നീ മുസ്ലിമായിക്കോ, പൊന്നാരമോനെ നീ മുസ്ലിമായിക്കോ. ആ കുട്ടി ദയനീയമായി തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നു, തന്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നു. ആ സമയത്ത് യഹൂദിയായ ആ മാതാപിതാക്കൾ, റസൂലുള്ളാഹിയുടെ പെരുമാറ്റം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ആ മാതാപിതാക്കൾ തന്റെ കുട്ടിയോട് പറയുന്നു, തന്റെ മകനോട് പറയുന്നു, അബൂ ഖാസിമിനെ അനുസരിച്ചോ, മുഹമ്മദ് പറയുന്നത് അനുസരിച്ചോ പൊന്നുമോനെ എന്ന് ആ യഹൂദിയായ മാതാപിതാക്കൾ മരണശയ്യയിലായ ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം. ആ കുട്ടി മുസ്ലിം ആവുകയാണ്. ആ കുട്ടി മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ടപ്പോൾ പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നാഥാ, മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥാ, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും. ഇതാണ് മുഹമ്മദ് നബിയുടെ സാമൂഹ്യ പ്രവർത്തനം. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം. അന്യമതസ്ഥരോട്, സഹോദര സമുദായങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ച് പുലർത്തിയ ഏറ്റവും വലിയ കാരുണ്യം അതായിരുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ഓരോ ശാസനയും അത്ഭുതമായി ഇന്ന് നിലനിൽക്കുന്നു. ലോകത്തൊരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വേരോട്ടം കൊടുക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, മാറി നിൽക്കുന്നു. ഖുർആൻ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. വിശ്വാസികളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട കാഴ്ചപ്പാട് ഒരിക്കലും വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ആരാധനാമൂർത്തികളെ ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കല്ല, ഒരിക്കലും അവയെ നിങ്ങൾ ചീത്ത വിളിക്കല്ല. അവർ വിവരമില്ലാത്തവരാണ്, അവർ തിരിച്ച് അല്ലാഹുവിനെ ചീത്ത വിളിക്കും. അതുകൊണ്ട് ഒരിക്കലും അന്യമതസ്ഥരുടെ ആരാധനാമൂർത്തികളെ ചീത്ത വിളിക്കരുത് എന്ന് പ്രഖ്യാപിച്ച സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച പ്രഖ്യാപനം നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരിക്കലും അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ ചീത്ത പറയരുത്, ചീത്ത വിളിക്കരുത്. അങ്ങനെ വിളിച്ചാലോ വിവരമില്ലാതെ, അറിവില്ലാതെ അവർ അല്ലാഹുവിന് പുറമെ അല്ലാഹുവിനെ തിരിച്ചു ചീത്ത വിളിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ അത് മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിത കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് മുഅ്മിനായ മനുഷ്യൻ നിർവഹിക്കുന്നു. ഇങ്ങനെ തന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കി, തന്റെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് മുസ്ലിമായ മനുഷ്യനോട് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്റെ സമുദായത്തെയും തന്റെ സമൂഹത്തെയും ആ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന വൈജാത്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു മനുഷ്യന് ഭീകരപ്രവർത്തനം നടത്താൻ കഴിയില്ല, ഭീകരവാദിയാകാൻ കഴിയില്ല. നേരെ മറിച്ച് അവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പരിപൂർണമായ സമാധാനത്തിന്റെ വാഗ്ദാവായിക്കൊണ്ട് ജീവിക്കാനാണ് ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യന് സാധിക്കുക. അതാണ് ഇസ്ലാം അവനെ പഠിപ്പിച്ചത്. ആ മാർഗമാണ് ഇസ്ലാം അവനോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിത കാലഘട്ടത്തിൽ ഈ തൗഹീദിന്റെ ദഅവാ പ്രവർത്തനങ്ങളുമായി കടന്നു വരുമ്പോൾ പ്രവാചകൻ തന്റെ നബൂവത്ത് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുകയും തനിക്ക് വഹയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ അതുറക്കെ സമൂഹത്തോട് പറയുകയും ചെയ്തതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഒറ്റപ്പെടുത്തലുകളും അനുഭവിക്കേണ്ടി വന്നു. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നാടുവിടാൻ തീരുമാനിക്കുമ്പോൾ, തന്റെ പ്രദേശം വിട്ട് ഹിജ്റ പോകാൻ തീരുമാനിക്കുമ്പോൾ, ഇതാ ആ നാട്ടിലുള്ള ആദർശപരമായി പൊരുത്തമില്ലാത്ത, ആദർശം സ്വീകരിച്ചിട്ടില്ലാത്ത അന്യമതസ്ഥരായ ആളുകൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെക്കുന്നു. അരുത് അബൂബക്കർ, പോകരുത്, ഈ നാട് വിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങളെപ്പോലുള്ളവർ ഈ നാട് വിട്ടു പോയാൽ ഈ നാടിന്റെ ഗതി എന്താകും, ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് പറഞ്ഞുകൊണ്ട് അന്യമതസ്ഥർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെച്ചു എന്ന് ചരിത്രത്തിൽ വായിച്ചവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഭീകരവാദിയാകാൻ കഴിയുമോ?
ഒരു മനുഷ്യന് തീവ്രവാദിയാകാൻ കഴിയുമോ? ഇസ്ലാം എന്നത് ഭീകരവാദത്തിന്റെ പ്രതീകമാകുമോ? ഒരിക്കലും ഇല്ല. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ശത്രു പോലും അംഗീകരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യം, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും തുറന്നു പറയേണ്ടി വരുന്ന യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അതിന്റെ പര്യായമായി ഭീകരത പറയപ്പെടുന്നു. ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന്റെ പര്യായമായി തീവ്രവാദം പറയപ്പെടുന്നു. ആ ഇസ്ലാമിനെ അതേ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പ്രതീകമായി അവതരിപ്പിക്കുക മാത്രമല്ല, ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ ഭയപ്പെടുക എന്ന സിദ്ധാന്തം പോലും സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഭീകരവാദ തീവ്രവാദ പ്രതീകമായി വിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് സമാധാനത്തിന്റെ ദൂതുമായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സഹാബത്തിനെയും ആ സഹാബത്ത് ഉയർത്തിപ്പിടിച്ച വിശുദ്ധ ഇസ്ലാമിനെയും തീവ്രവാദ ഭീകരവാദ അടയാളമായി പ്രതീകമായി ചിത്രീകരിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോൾ മുതലാണ് ആ അവസ്ഥ തുടങ്ങിയത്? എന്ന് മുതലാണ് ഈ ഒരു ചിത്രീകരണം ആരംഭിച്ചത്? നമുക്കറിയാം, നേരത്തെയുള്ള ക്ലാസ്സിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, പറഞ്ഞു കഴിഞ്ഞതുപോലെ, അതേ 2 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന കുരിശ് യുദ്ധം, ആ കുരിശ് യുദ്ധത്തിന് ശേഷമുണ്ടായ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതുവരെ ക്രൈസ്തവ സമൂഹങ്ങൾക്കില്ലാത്ത, യഹൂദ സമൂഹങ്ങൾക്കില്ലാത്ത ഒരു ഉയർത്തെഴുന്നേൽപ്പ് കുരിശ് യുദ്ധത്തിന് ശേഷമുണ്ടായി എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ലോകത്താദ്യമായി ക്രൈസ്തവ മിഷണറി പ്രവർത്തനം ആരംഭിച്ചത് കുരിശ് യുദ്ധത്തിന് ശേഷമാണ്. കുരിശ് യുദ്ധത്തിന് മുമ്പ് ഒരിക്കലും ഒരു ക്രൈസ്തവ മിഷണറി ഇല്ല, ക്രൈസ്തവ ദഅ്വാ സെല്ലില്ല. നേരെ മറിച്ച് ആ കുരിശ് യുദ്ധത്തിന് ശേഷം ലോകത്ത് ഇസ്ലാമിന്റെ വളർച്ചയെ തടയിടുവാനും ലോകത്തിന്റെ മുഖമൂലകളിൽ ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുവാനും ആസൂത്രിതമായ ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ക്രൈസ്തവ മിഷണറി പ്രവർത്തകർ രംഗത്ത് വന്നു. ആ ക്രൈസ്തവ മിഷണറി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവർക്ക് 2 ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തായിരുന്നു ആ 2 ഉദ്ദേശങ്ങൾ? ഒന്ന്, അവരുടെ മതം പരിചയപ്പെടുത്തുക. രണ്ടാമത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ്. ക്രൈസ്തവ സമൂഹം നടത്തിയ മിഷണറി പ്രവർത്തനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൃത്യമായി ആ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് സ്വന്തം മതത്തെ അവർ പരിചയപ്പെടുത്തുന്നതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീലമ്പടനായി അവർ ചിത്രീകരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഭാര്യമാരുള്ള ഒരു സ്ത്രീലമ്പടനായിരുന്നുവെന്നും അതിനും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും മുസ്ലിങ്ങൾ കടന്നു ചെല്ലുന്ന രാജ്യത്തേക്ക് ഒന്നുകിൽ ആ നാട്ടിലുള്ളവർ മരിക്കുക അല്ലെങ്കിൽ അവരെല്ലാം മുസ്ലിം ആവുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങളെന്നും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ശിആർ തന്നെ വാളാണ്. വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് ഇസ്ലാം. ഇത് കേൾക്കാത്തൊരു നാടില്ല, ഇത് കേൾക്കാത്തൊരു കാതില്ല. നൂറ്റാണ്ടുകളായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാചകം, ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ്. ആരാണിത് പ്രചരിപ്പിച്ചത്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന് പറഞ്ഞത് ആരാ? നമ്മൾ പറഞ്ഞില്ല, മുസ്ലിങ്ങൾ പറഞ്ഞില്ല, വിശ്വാസികൾ പറഞ്ഞില്ല, മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞില്ല, മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞില്ല. അതിനൊക്കെ മുമ്പ് ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങൾ പുസ്തകങ്ങൾ രചിക്കുന്നു. തപസോമാ ജ്യോതിർഗമയ എന്ന പേരിൽ പുറത്തിറങ്ങിയ പച്ചമലയാളത്തിൽ ഒരു കൊച്ചുബുക്ക്, അതിന്റെ ഒരു ഉദാഹരണമായി ഞാൻ എടുത്തു വെച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടത് എന്ന് അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകനെ ടൈഫോയിഡ് ബാധിച്ച് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികള് ഒരു രാജ്യത്തേക്ക് കടന്നു ചെന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ ഒന്നുകിൽ മുസ്ലിം ആകണം അല്ലെങ്കിൽ മരിക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചവരാണെന്ന് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ചെറുതും വലുതുമായ ബുക്ക്ലെറ്റുകൾ സമൂഹത്തിനിടയിൽ വളരെ ശക്തമായ നിലയിൽ വിതരണം ചെയ്യപ്പെട്ടു. ഇത് മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവരും വിചാരിച്ചത് ഇത് കൊള്ളാം. കാരണം നമ്മെക്കുറിച്ചുള്ളൊരു പേടി മറ്റു മതങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ ഒരൽപ്പം പോന്നവരാണ്, നമ്മൾ വാളിന്റെ ആളുകളാണ്, നമ്മൾ കളിച്ചാമ്മോട് കളിച്ചാൽ പിന്നെ നമ്മൾ വിടില്ല എന്ന ബോധം അവർക്കുള്ളതു നല്ലതു തന്നെ എന്ന ചിന്തയിൽ നമ്മൾ മൗനം അവലംബിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ വിചാരിക്കാൻ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളുടെ തെറ്റായ ഈ പ്രചരണം ശരിയാണ് എന്ന് മുസ്ലിങ്ങൾ പോലും ധരിക്കുവാൻ അടിസ്ഥാനപരമായൊരു കാരണം കൂടിയുണ്ടായിരുന്നു.
എന്താണ് ആ കാരണം? നമുക്കറിയാം, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, മുൻഗാമികളായ സലഫുകളായ പണ്ഡിതന്മാർ ഈ വിപത്ത് കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ ചെന്നാൽ വെള്ളിയാഴ്ച നിർബന്ധമായും നിർവഹിക്കേണ്ട യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ജുമുഅ നിർവഹിക്കാൻ വേണ്ടി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ അത്രപൂശി അങ്ങനെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പള്ളിയിൽ അലങ്കരിച്ച മിമ്പറിന്റെ മുകളിൽ നല്ല പുടവകൾ അണിഞ്ഞുകൊണ്ട് ഒരു ഇമാമ് കയറി നിൽക്കുന്നു. ആ ഇമാമാവട്ടെ സുന്ദരമായ ശൈലിയിൽ അറബിയിൽ എന്തൊക്കെയോ ചൊല്ലുന്നു. അയാളുടെ കയ്യിൽ നോക്കുമ്പോൾ നീണ്ട ഒരു വാളിരിക്കുന്നു. ഈ നീണ്ട വാള് കണ്ടപ്പോൾ അയാളുടെ മുന്നിൽ ചെന്നിരുന്ന ആളുകൾ വിചാരിക്കുന്നു, അതെ, കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ അടയാളം തന്നെ വാളാണ്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന പ്രചരണം ശരി തന്നെ. കാരണം ഇത്രയും ശ്രേഷ്ഠമായൊരു ദിവസത്തിൽ ഇത്രയും ശ്രേഷ്ഠമായൊരു ആരാധനാക്രമം നിർവഹിക്കുവാൻ ഈ പള്ളിയിലെത്തിയപ്പോൾ നമ്മുടെ പള്ളിയിലെ ഖത്തീബിന്റെ കയ്യിലുള്ളതും വാളാണല്ലോ എന്ന് ചിന്തിച്ച് ജനം തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ പറയുകയല്ല, എന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ അവതരിപ്പിക്കുകയല്ല. നേരെ മറിച്ച് പൂർവസൂരികളായ പണ്ഡിതന്മാർ തന്നെ അത് രേഖപ്പെടുത്തി. ഫഇന്നഹു ലാ യഹ്ഫദു അൻഹു ബഅദ ഇത്തിഖാദിൽ മിമ്പർ അന്നഹു കാന ലാ യർഖാഹു ബിസൈഫിൻ വലാ ഖൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് മിമ്പർ ഉണ്ടായിരുന്നു. രണ്ട് മിമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് പഴയ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തപ്പന മടലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രവാചകൻ കേറി നിന്നാൽ ആടിയുലയുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിൽ കയറുമ്പോ മിമ്പർ ഇങ്ങനെ ആടാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ ആട്ടത്തിൽ നിലത്ത് വീഴാതിരിക്കാൻ ഒന്നുകിൽ നബി അമ്പ് കുത്തി നിൽക്കും, അല്ലെങ്കിൽ പ്രവാചകൻ കയറ് പിടിച്ചു നിൽക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകിൽ അമ്പോ അതല്ലെങ്കിൽ കയറോ പിടിച്ചുകൊണ്ട് പ്രവാചകൻ നിൽക്കുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പർ നന്നാക്കി പഴയ മിമ്പർ എടുത്തു മാറ്റി പുതിയ മിമ്പർ, ഉറപ്പുള്ള സ്ഥൈര്യമുള്ളൊരു മിമ്പർ പ്രവാചകൻ അവിടെ സ്ഥാപിച്ചു. അങ്ങനെ ഉറപ്പുള്ള സ്ഥൈര്യമുള്ള ആ മിമ്പർ പ്രവാചകൻ സ്ഥാപിച്ചു കഴിഞ്ഞു. പഴയ മിമ്പർ എടുത്തു മാറ്റി. അങ്ങനെ പഴയ മിമ്പർ മാറ്റി കഴിഞ്ഞപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അമ്പെടുത്തിട്ടില്ല, പ്രവാചകൻ പിന്നെ കയറിൽ പിടിച്ചിട്ടില്ല. ഇനി പഴയ മിമ്പർ ഉണ്ടായിരുന്നപ്പോഴും വലാ ഖബ്ല ഇത്തിഖാദിൽ മിമ്പർ അന്നഹു അഖദ ബിയദിഹി സൈഫൻ അൽബത്ത, ഒരിക്കലും പ്രവാചകൻ പഴയ മിമ്പറിലും വാളെടുത്തിട്ടില്ല. അന്നും ഒന്നുകിൽ അമ്പോ അല്ലെങ്കിൽ കയറോ ആണ് എടുത്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വടിയോ ഒരു അമ്പോ അതല്ല എങ്കിൽ ഒരു കയറോ പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നിട്ടുള്ളത്. പഴയ മിമ്പർ ഉള്ളപ്പോഴും പ്രവാചകൻ വാളിൽ കുത്തി നിന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. ഒരു വടിയോ ഒരമ്പോ കുത്തി നിൽക്കും, അതായിരുന്നു പ്രവാചകൻ നിർവഹിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ മഹാനായ ഇബ്നു ജൗസി കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം. വകതീറുൻ മിൻ ജഹലതി യظن انه كان يمسك السيف على المنبر اشاره الى ان الدين انما جاء على السيف وهنا جهل قبيح. പിൽക്കാലഘട്ടത്തിൽ ഇബ്നു ഖയ്യിമാണ് രേഖപ്പെടുത്തുന്നത്. ഇബ്നു ജൗസി എന്ന് പറഞ്ഞ് തിരുത്തി ഞാൻ പറയുന്നു. ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ രേഖപ്പെടുത്തുകയാണ്, അതേ പ്രവാചകൻ എടുത്തിട്ടില്ലാത്ത വാള്, പ്രവാചകൻ മിമ്പറിൽ പിടിച്ചിട്ടില്ലാത്ത വാള് പിൽക്കാലഘട്ടത്തിൽ ആ വാളുമായി ചില ഖതീബുമാർ മിമ്പറിലേക്ക് കയറി. അത് ജനം കണ്ടു. ജനം കണ്ടപ്പോൾ വകതീറുൻ മിനൽ ജഹല, വിവരമില്ലാത്ത പല ആളുകളും അവർ തെറ്റിദ്ധരിച്ചു പോയി. യظن انه كان يمسك السيف على المنبر. അതെ, അവർ വിചാരിച്ചു, അവർ ഊഹിച്ചു, മിമ്പറിൽ ഈ ഖതീബ് വാള് പിടിക്കുന്നത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു, എന്ത്, ആ വാള് ഒരു അടയാളമാണ്, ആ വാളൊരു ചിഹ്നമാണ്. ഇലാ അന്നദ്ദീൻ, തീർച്ചയായും അല്ലാഹുവിന്റെ മതം ഇന്നമാ ജാഅ അല സൈഫ്, അത് വാളിന്റെ മേലുണ്ടായ മതമാണ്, വാള് കൊണ്ടുണ്ടായ മതമാണ് എന്ന് പൊതുജനം തെറ്റിദ്ധരിച്ചു. വഹുനാ ജഹ്ലുൻ കബീർ, അതങ്ങേയറ്റത്തെ വിവരക്കേടാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു ഭാഗത്ത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണെന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ആസൂത്രിതമായ നീക്കം മനസ്സിലാക്കാതെ ഇമാമിന്റെ കയ്യിലും വാളുണ്ട്, ഖതീബിന്റെ കയ്യിലും വാളുണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന് മുസ്ലിം സമൂഹം തന്നെയും ധരിച്ചവശരാകുന്ന ഒരു ഘട്ടത്തിലാണ് മുസ്ലിം സമുദായം ഭീകരവാദികളായി തീവ്രവാദികളായി മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥയിൽ അവർ എത്തിപ്പെട്ടത്.
എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ത് പ്രചരിപ്പിച്ചുവോ ആ പ്രചരിപ്പിച്ച കാര്യത്തിന് മുസ്ലിം സമുദായം സമ്മതം മൂളിക്കൊടുത്തു. അങ്ങനെ തന്നെ അത് ശരി തന്നെ. ഈ വിചാരം കുറെ കാലം മുന്നോട്ട് പോയി. അങ്ങനെ നമുക്കറിയാം പാശ്ചാത്യ ലോകം ഇസ്ലാമിനെ കുറിച്ച് കേട്ടത് മുസ്ലിങ്ങളിൽ നിന്നല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരവാദി, പ്രവാചകന്റെ സഹാബത്ത് ഭീകരവാദികൾ. അങ്ങനെ മൊത്തത്തിൽ ആ ഭീകരവാദ ചിന്താഗതി പാശ്ചാത്യ സമൂഹത്തിന്റെ മനസ്സിൽ നിറച്ചപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇസ്ലാമിലേക്ക് അടുക്കാൻ ഭയന്നു. അവർ പേടിച്ചു. മുസ്ലിങ്ങളുമായി എടുക്കാൻ പാടില്ല, അവരുമായി സംസാരിക്കാൻ പാടില്ല, അവരുമായി കൂട്ടുകൂടാൻ പാടില്ല, അവർ ഭീകരവാദികളാണ്. ഈ രൂപത്തിൽ തെറ്റിദ്ധാരണ ശക്തമായി മുന്നോട്ട് പോയി. കുറെ കാലങ്ങളോളം, അല്ല നൂറ്റാണ്ടുകളോളം ഈ തെറ്റിദ്ധാരണ നികത്താതെ കിടന്നു എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും നിങ്ങൾ പരിശോധിച്ചോളൂ. ഇസ്ലാമിക ചരിത്രത്തിൽ കുരിശ് യുദ്ധത്തിന് ശേഷമുണ്ടായ ഈ രൂപത്തിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ, ആ നീക്കങ്ങൾ കരുതി വന്നത് എപ്പോഴാണ്? നമ്മൾ പരിശോധിച്ചാൽ കാണാം, 19-ാം നൂറ്റാണ്ട് ചരിത്രപരമായ മുസ്ലിം സമുദായത്തിന്റെ രണ്ടാം മടങ്ങിവരവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നൂറ്റാണ്ടാണ് 19-ാം നൂറ്റാണ്ട്. കാരണം 19-ാം നൂറ്റാണ്ടിൽ നവോത്ഥാന സംരംഭങ്ങൾ രംഗത്ത് വന്നു. അതാണ് 19-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത. കാരണം എന്തുകൊണ്ട് നവോത്ഥാന സംരംഭങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ നൂറ്റാണ്ടിൽ തന്നെയാണ് കമ്മ്യൂണിസം കടന്നു വന്നത്, മതനിരാസം കടന്നു വന്നത്, മതമില്ലാത്ത വാദം കടന്നു വന്നത്, മതനിരാസം കടന്നു വന്നത്. 19-ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസം കടന്നു വരികയും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച്, മുസ്ലിങ്ങളെ തെറ്റിദ്ധരിച്ച്, ഇസ്ലാമിക ആദർശങ്ങളെ തെറ്റിദ്ധരിച്ച് അതേ മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അപമാനം എന്ന് മനസ്സിലാക്കി മതം വിട്ടുകൊണ്ട് മതമില്ലാത്ത ഒരു ജീവിതം നയിക്കാമെന്ന് ചിന്തിച്ച് നീങ്ങിയ ആളുകളെയും ചെറുപ്പക്കാരെയും അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ തിരിച്ചറിയുകയും ഈ സമൂഹത്തോട് വിശുദ്ധ ഇസ്ലാം എന്തെന്ന് പറയണം, വിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ അതേ നവോത്ഥാന നായകന്മാർ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. ലോകാടിസ്ഥാനത്തിൽ നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായി. നിങ്ങൾ പരിശോധിച്ചോളൂ, നവോത്ഥാന സംരംഭങ്ങളുടെ തുടക്കം നമുക്ക് കൃത്യമായി 19-ാം നൂറ്റാണ്ടിന്റെ താളുകളിൽ ആരംഭിക്കും നമുക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഈ രൂപത്തിൽ പ്രബോധകന്മാർ രംഗത്ത് വന്നു, ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടുത്താൻ തുടങ്ങി. ക്രൈസ്തവ മിഷനറി ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടികൾ വിശദീകരിക്കാൻ തുടങ്ങി. ക്രൈസ്തവ മുസ്ലിം സംവാദങ്ങൾ നടന്നു, വാദപ്രതിവാദങ്ങൾ നടന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളിൽ നീങ്ങി, ജനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. ഇത്രയും കാലം പഠിച്ച ഇസ്ലാമല്ലല്ലോ, ഇത്രയും കാലം കേട്ട ഇസ്ലാമല്ലല്ലോ, ഇതെന്തൊരു മതമാണ്, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു ജീവിത ദർശനമാണ്. ലോകം മനസ്സിലാക്കി, ഇസ്ലാമിലേക്ക് അടുത്തു, ഖുർആൻ സ്വീകരിക്കാൻ തുടങ്ങി, പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പ്രവാചകനെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് ജീവിച്ചിരുന്ന പാളയങ്ങളിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ തുടങ്ങി. അങ്ങനെ മുഹമ്മദ് നബിയുടെ സാഹോദര്യം, മുഹമ്മദ് നബിയുടെ കാരുണ്യം ലോകം വായിച്ചറിയാൻ തുടങ്ങി. പ്രവാചകനെ കുറിച്ച് ആളുകൾ പഠിച്ചു മനസ്സിലാക്കി അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഇസ്ലാം ജനമനസ്സുകളിൽ സ്വീകാര്യമാകുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ തങ്ങളുടെ പഴയ അവസ്ഥകൾക്ക് മാറ്റം വന്നുപോയി. തങ്ങളുടെ പഴയ പ്രചരണങ്ങൾ ഇനി വിലപ്പോവില്ല, ഇനി ഭീകരവാദികൾ ഉണ്ടാവുക തന്നെ വേണം, ഇനി മുസ്ലിം സമുദായത്തിൽ തീവ്രവാദം ഉണ്ടാവുക തന്നെ വേണം. ഇത്രയും കാലം തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ പറഞ്ഞു പരത്തിയതാണെങ്കിൽ ഇനി മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഭീകരവാദം ഉണ്ടാകണം, ഭീകരവാദികൾ ഉണ്ടാകണം എന്ന ചിന്താഗതി ഇസ്ലാമിന്റെ ശത്രുക്കൾക്കിടയിൽ ഉണ്ടാവുകയും അവർ ആസൂത്രിതമായി നീങ്ങുകയും മാത്രമല്ല അതിലേക്ക് ആവശ്യമായ ബുദ്ധിപരമായ നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, 19-ാം നൂറ്റാണ്ടിന് ശേഷം പിന്നീട് ആസൂത്രിതമായ നീക്കങ്ങൾ, ആ നീക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽ തന്നെ ചില അപശബ്ദങ്ങൾ കടന്നു വന്ന് തീവ്രവാദ ചിന്ത, ഭീകരവാദ ചിന്ത ഇസ്ലാമിന്റെ ലേബലിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുവരെ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണെന്ന് പറയുകയല്ലാതെ, ഇസ്ലാം വാളിന്റെ മതമാണെന്ന് പ്രഖ്യാപിക്കുകയല്ലാതെ അതിന് തെളിവുകൾ നിരത്താനില്ലായിരുന്നുവെങ്കിൽ പിൽക്കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, തീവ്രവാദത്തിന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ നിന്നുണ്ടായി. അല്ലടോ,
മുസ്ലിമല്ലേ ബിൻ ലാദൻ? ഉസാമ ബിൻ ലാദൻ മുസ്ലിമല്ലേ? അയാൾ മുസ്ലിമല്ലേ? അയാൾക്ക് ദാടിയില്ലേ? ദാടിയുള്ള മുസ്ലിമല്ലേ ഉസാമ ബിൻ ലാദൻ? അതുപോലെ തന്നെ അവിടെ ആ സംഘടനയില്ലേ, ഇവിടെ ഈ സംഘടനയില്ലേ, അവിടെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരില്ലേ, അവിടെ ഇന്ന കക്ഷികളില്ലേ, അതുപോലെ തന്നെ ഒരുപാട് കക്ഷികളും സംഘങ്ങളും അതുവരെ കേട്ടിട്ടില്ലാത്ത ഏതൊക്കെയോ മാളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന, എവിടേക്കെയോ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ മാത്രം പേര് പുറത്തു വരുന്ന ചില സംഘടനകൾ, ചില വ്യക്തികൾ, ചില ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ വരാൻ തുടങ്ങി, ഇസ്ലാമിന്റെ ലേബലിൽ വരാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ സ്വാധീനം നേടിക്കൊടുക്കുന്ന രൂപത്തിലുള്ള ചില ചിന്തകൾ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. എന്നാൽ ആ കാലം വരെ ആ രൂപത്തിലുള്ള ചിന്താഗതി മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ഇസ്ലാം വന്നിട്ട് 14 നൂറ്റാണ്ടായി, 13 നൂറ്റാണ്ട് കാലം ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചിട്ട് ഒരു ഉദാഹരണം മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, ഭീകരവാദത്തിന് തീവ്രവാദത്തിന്റെ അടയാളമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനില്ലായിരുന്നുവെങ്കിൽ 14 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഉദാഹരണങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുണ്ടായി. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ആരാണ് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തീവ്രവാദം പറഞ്ഞത്? ആരാണ് തീവ്രവാദം പ്രചരിപ്പിച്ചത്? ചരിത്രം പരിശോധിച്ചാൽ ചരിത്രം അടിവരയിട്ട് പറഞ്ഞു തരുന്ന ഒരു സത്യമുണ്ട്. ആരൊക്കെ കണ്ണടച്ച് നിഷേധിച്ചാലും ആരെല്ലാം എതിർത്താലും ലോകത്തിന്റെ മുന്നിൽ, ലോക സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിക ചരിത്രം വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം, എപ്പോഴാണ് തീവ്രവാദ ഭീകരവാദ ചിന്താഗതികൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായതെന്ന ചോദ്യത്തിന് ആരാണതിന് ബീജാഭാവം നൽകിയത് എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാർ പണ്ട് മറുപടി പറയുന്നു. അതുപോലെ തന്നെ പത്രമാസികകൾ വളരെ ശക്തമായി ആ പത്രമാസികകളിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പത്രക്കാർ കൃത്യമായി ആ വിവരം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതെ, നമുക്കറിയാം, പ്രസിദ്ധ പത്രപ്രവർത്തകനായ ജമാഅത്തെ ഇസ്ലാമി ഒരു സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ക്ഷണിച്ച ഫഹ്മി ഹുവൈദി എന്ന് പറയുന്ന ആ നിരീക്ഷകൻ അദ്ദേഹത്തിന്റെ അൽ ഖുർആൻ വസുൽത്താൻ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു, അക്സറുർ റുദൂദി ശുയൂഅൻ ബൈനൽ ഇസ്ലാമിയ്യീന അൽആൻ ഇബാറത്തു ഹുകൂമത്തില്ലാഹി അല്ലതി യഅതി ബിഹാ ഹിസ്ബുല്ലാഹ് ലിതുഅലാ കലിമത്തുല്ലാഹ് വഹഉലാഇ ഹും ദുആതു ഹാകിമിയ്യത്തില്ലാഹ് സുബ്ഹാനഹു വഹുവ അത്തഅബീറു അല്ലദി സഖഹുൽ ഫഖീഹ് അൽ പാകിസ്ഥാനി അൽ കബീർ أبو الأعلى مودودي واستخدمه وطوره في العالم العربي السيد قطب. ലോക ചരിത്രം, ഇസ്ലാമിക ചരിത്രം, മുസ്ലിമീങ്ങളുടെ ചരിത്രം വായിച്ചിട്ട് ആരാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്രവാദം ഉണ്ടാക്കിയത്? ആരാണ് ഭീകരവാദം ഉണ്ടാക്കിയത്? ആരാണ് മുസ്ലിം സമുദായം സാഹോദര്യത്തോടെ സമാധാനത്തോടെ ജീവിതത്തിന്റെ മുഴു മേഖലകളിലും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി സാഹോദര്യം നിലനിർത്തി സമാധാനം നിലനിർത്തി സമാധാനം കാക്ഷിച്ച് സമാധാനത്തിന്റെ സംരക്ഷകരായി നിലനിന്നൊരു സമൂഹത്തിലേക്ക് തീവ്രവാദം കടത്തിക്കൊണ്ടുവന്നതെന്ന ചോദ്യത്തിന് ഫഹ്മി ഹുവൈദി അടക്കമുള്ള അതേ ചിന്തിക്കുന്ന ചിന്തകന്മാരായ പത്രപ്രവർത്തകന്മാരായ നിരീക്ഷകന്മാരായ ആളുകൾ കൃത്യമായി പറയുന്നു, ആദ്യമായി അതിന് ബീജാഭാവം നൽകിയത് അബുൽ അഅ്ല മൗദൂദിയാണ്. അതിന് അതേ അറബി ലോകത്ത് സ്വാധീനം നേടിക്കൊടുത്തത് സയ്യിദ് ഖുത്ബാൻ. സയ്യിദ് ഖുത്ബിന്റെ ലേഖനങ്ങൾ, അബുൽ അഅ്ല മൗദൂദിയുടെ ലേഖനങ്ങൾ, ആ ലേഖനങ്ങളിലൂടെയാണ് തീവ്രവാദം കടന്നു വന്നത്. ആ ലേഖനങ്ങളാണ് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന രഹസ്യ സംഘടനകള് ആ സംഘടനകൾ അജണ്ടയായി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ലേഖനങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ക്ലാസുകളിൽ കൃത്യമായി പഠിപ്പിക്കപ്പെടുകയും ചെയ്തത് എന്ന് ഫഹ്മി ഹുവൈദി തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു വിങ്ങിനെ രൂപാന്തരപ്പെടുത്തി. അപ്പോൾ സംഗതി കുറച്ചുകൂടി ഫിറ്റായി. ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തു നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രഖ്യാപിക്കുന്നു ഇസ്ലാം ഭീകരവാദമാണെന്ന്. അത് പറയുമ്പോൾ തെളിവ് നിരത്തണം. അവര് പുറത്തു നിന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ പേരിൽ ബോംബുകളുമായി, ആയുധങ്ങളുമായി, പടക്കോപ്പുകളുമായി ആത്മീയതയെ കോർപ്പറേറ്റ്വൽക്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അനവധാനമായി ആത്മീയതയെ കോർപ്പറേറ്റ്വൽക്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. കണ്ടോ, അത് കൃത്യമായി തുറന്നു പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. എങ്കിൽ ധാർമ്മികതയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരണം.
അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് സംഭവിച്ചതോ, പിന്നീട് ആ ശബ്ദം തന്നെ ഇല്ലാതായി പോയി. ഇന്ന് നിലവിൽ ഇപ്പോൾ കപടാത്മീയത ആർക്കും ഒരു പ്രശ്നമില്ലാതായി, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി. എന്തേ കാരണം? കാരണം അന്വേഷിച്ചപ്പോഴാണ് അവിടെയും അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞത്. കണ്ടോളൂ അത്ഭുതം. അവരുടെ ശബ്ദത്തെ സംഗീതം പോലെ ശ്രവിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സേവിക്കുന്ന പ്രവർത്തനമാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ നിർവഹിച്ച് വരുന്നത്. സർവരെയും സ്നേഹിക്കുക, എല്ലാവരാലും സ്നേഹിക്കപ്പെടുക എന്നതാണ്. അതിൻ്റെ പ്രതീകമാണ് അമ്മ. അന്ധവിശ്വാസങ്ങളും വ്യാപിക്കുകയാണ്. എന്നാൽ മതത്തിനെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുക എന്ന വഴിയിൽ മാതാ അമൃതാനന്ദമയി ദേവി സഞ്ചരിക്കുന്നില്ല. മറിച്ച് വിശ്വാസത്തെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഉപാധിയാക്കുകയാണ്. വിശ്വാസികൾ നൽകുന്ന സംഭാവന കഷ്ടപ്പെടുന്ന എല്ലാവർക്കും തിരിച്ചു നൽകുക, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും സേവന പ്രവർത്തനങ്ങളിലും മാതാ അമൃതാനന്ദമായി ചെയ്യുന്ന കാര്യങ്ങൾ അഭിനന്ദനാർഹമാണ്. മതവിശ്വാസത്തെ കച്ചവടമാക്കുന്നവർക്ക് മതം എന്നാൽ സ്നേഹമാണ്, സേവനമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കാൻ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനങ്ങൾ പ്രേരകമാണ്. അതിന് ഇനിയും ദീർഘനാൾ അവർക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് എന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതല നിർവഹിച്ചതായി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയും രാജഗോപാലിനെ പോലെ തൊഴുകൈകളുമായി കുനിഞ്ഞ ശിരസ്സുമായി ഒരാൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ടില്ല. കണ്ടോ? അപ്പൊ എവിടെ എന്താ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ആത്മാർത്ഥമായി കപട ആത്മീയതയെ എതിർക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മതനിരാശം പ്രഖ്യാപിച്ച് കടന്നുവന്ന ശക്തികൾക്ക് പോലും ഒരിക്കലും ആ ദൈവങ്ങളെ എതിർക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ധാർമ്മികതയുള്ളവന് മാത്രമേ കള്ളദൈവങ്ങളെ എതിർക്കാൻ കഴിയൂ. അടിസ്ഥാനപരമായി ആദർശമുള്ള തൗഹീദുള്ളവർക്ക് മാത്രമേ കള്ളദൈവങ്ങളെ എതിർക്കാൻ കഴിയൂ. യുക്തിവാദത്തിന്റെ മറുപിടച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലോ ഒരു അധികാരത്തിന്റെ പിൻബലത്തിലോ മാത്രം ഒതുക്കാൻ കഴിയുന്നതല്ല ആൾദൈവ സമ്പ്രദായം. നേരെ മറിച്ച് ആൾദൈവ സംസ്കാരം, ആത്മീയ രംഗത്തെ ചൂഷണം എതിർക്കാൻ കഴിയുന്നത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾക്ക് മാത്രം, തൗഹീദ് ഉൾക്കൊണ്ടവർക്ക് മാത്രം. അല്ലാത്തവർക്കൊരിക്കലും ഈ ആൾദൈവ സമ്പ്രദായത്തെ, ആത്മീയ രംഗത്തെ ചൂഷണത്തെ എതിർക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടുകളായി ഈ കൊച്ചു കേരളത്തിൽ ആത്മീയ രംഗത്തെ ചൂഷണങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായി ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പോരാടുന്നുണ്ട്. അത് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ അത് നിലനിൽക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല. മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് സലാത്ത് കച്ചവടം, അല്ലേ? ഒരു ഭാഗത്ത് സലാത്ത് കച്ചവടം. ആ സലാത്ത് കച്ചവടത്തിന്റെ പേരിൽ അനവധി പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ, ചൂഷണോപാധികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നത് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, നേരെ മറിച്ച് ഇവിടുത്തെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കേട്ടോളൂ. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത ആളും തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു, നമ്മുടെ ഈ മജ്ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു, നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആള്,
എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പാണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സ്വലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം ആ വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്. അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണങ്ങനെ. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. കണ്ടോ? അപ്പോൾ പാണക്കാട് പരിശോധിക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയണം അപ്പുറത്തെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്, അവിടെ പോയി പരിശോധിക്കാൻ. അവിടെയാണ് ഫോൺ വരുന്നത്, അവിടെയാണ് ഒരു പ്രാവശ്യം മറ്റേ സ്വലാത്തിന് വന്നാൽ അടുത്ത പ്രാവശ്യം പ്രസവിക്കുന്നത് എന്ന് മൂപ്പര് പറയാം. അപ്പോൾ ഈ രൂപത്തിൽ സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ചൂഷണത്തിനെതിരെ ശബ്ദിക്കണം എന്ന് ഞാനല്ലല്ലോ, അദ്ദേഹം വിശദീകരിക്കുന്നു. അത് മാത്രമാണോ? അത് മാത്രമല്ല, എന്തെല്ലാം തട്ടിപ്പുകളാണ്. എത്രയോ പാവപ്പെട്ട സ്ത്രീകൾ അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. മതത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ. വേറൊരു തങ്ങളെ കണ്ടോളൂ. വേഗത്തിൽ നമ്മുടെ സമയം മൂപ്പരൊരു സാധുവാണ്, എല്ലാവർക്കും വാരി കൊടുക്കണം, വലിയ സ്നേഹത്തിലാണ്. അങ്ങനെ സ്ത്രീകൾക്കൊക്കെ വാരി കൊടുക്കുക, അതാണ് മൂപ്പര്. ഒരു തങ്ങളാ വേങ്ങാട് തങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട ഒരു തങ്ങൾ. അദ്ദേഹം കാട്ടിക്കൊണ്ട പ്രതിഭാസങ്ങളാണ്. എന്ത് സ്നേഹാന്നല്ലോ. മക്കളോട് പോലും ഇത്രയും പിരിച്ചില്ല. എല്ലാവർക്കും വാരി കൊടുക്കും മൂപ്പര്. അങ്ങനെ വേങ്ങാട് തങ്ങൾ. ഇതൊക്കെ ആത്മീയതയുടെ പേരിലാണ്, തങ്ങളുടെ പേര് പറഞ്ഞിട്ടാ അല്ലേ, അഹ്ലു ബൈത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ചൂഷണം. മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചിട്ടില്ല. ഒരു ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുനിന്നിട്ടില്ല. അപ്പൊ ചിലരിപ്പോൾ പറയും ഞങ്ങൾ സക്കാഫികളൊക്കെ ഇപ്പൊ അതിനൊക്കെ എതിരാ, ഞങ്ങൾ വാളൊക്കെ നടത്തുന്നുണ്ട്, പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാലോ ഇത് ഭീമാപ്പള്ളി ഉറൂസിന്റെ നോട്ടീസ്. ഭീമാപ്പള്ളി ഉറൂസ്, ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2008 നടന്ന ഭീമാപ്പള്ളി ഉറൂസിന്റെ നോട്ടീസ് കണ്ടോളൂ. ഭീമാപ്പള്ളി ഉറൂസിൽ വരുന്ന പെണ്ണുങ്ങളുടെ കോലം, അവരുടെ അവസ്ഥ എന്താണ് എന്ന് സക്കാഫികൾ ഇപ്പൊ എതിരാണെന്ന് പറയും. ഇത് കാണുമ്പോഴേ ഞങ്ങൾ അതിനൊക്കെ എതിരായിട്ടുണ്ട് എന്ന് പറയും. കണ്ടോ, ഭീമാപ്പള്ളി ഉറൂസ് വിശ്വാസികളുടെ വൻതിരക്ക്, ഈമാനുള്ളവരുടെ വൻതിരക്ക് എന്നാ പറഞ്ഞത്. ഈമാനുള്ള പെണ്ണുങ്ങളെ കണ്ടോ, തലയിൽ കുടം വെച്ചിട്ട് ഈമാനുള്ള പെണ്ണുങ്ങൾ, വിശ്വാസികളുടെ വൻതിരക്ക്. അവിടെ ആരാ പ്രസംഗിച്ചത്? സുലൈമാൻ സക്കാഫി. നോട്ടീസ് 2008 നോട്ടീസ് സുലൈമാൻ സക്കാഫി. ഒരു സക്കാഫി അല്ല, സബീർ സക്കാഫി. വേറൊരു സക്കാഫി, സബീറാണ് ആള്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ദ്വാ ചെയ്ത ആള് സുലൈമാൻ സക്കാഫി. ദ്വാ ചെയ്ത് കൊടുത്തു സക്കാഫികള് തലയിൽ കൊണ്ടെടുക്കാതെ. എന്നിട്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ഇപ്പുറത്ത് മറഞ്ഞിരുന്ന് പറയുക. ആ മറ പൊളിഞ്ഞു പോകും, ആ മറക്ക് സ്ഥാനമില്ല. ഇതുകൊണ്ട് അവസാനിച്ചില്ല. വേറൊരു തങ്ങള്, ആ തങ്ങളുടെ അവസ്ഥ എന്താ കണ്ടോളൂ കൃത്യമായി. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഷെയ്ഖുനാ ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉദ്ഹിയ്യത്തിനെക്കാളും പോത്തിനെ കണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലണം. ഇത് കേട്ടപ്പോൾ ഈ സാധുക്കൾ വിചാരിച്ച് ഏത് പോത്തിനെ കണ്ടാലും തക്ബീർ ചൊല്ലണതാ. ഏത് പോത്തിനെ കണ്ടാലും തക്ബീർ ചൊല്ലണമെന്നല്ല, ഉദ്ഹിയ്യത്തിനെക്കാളും പോത്തിനെ കണ്ടാൽ തക്ബീർ ചൊല്ലണം നമ്മൾ പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷെ തെറ്റിദ്ധരിച്ചു പോയി, അതുകൊണ്ടാണത്. ബാക്കി കേൾക്കട്ടെ. يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الله يا غوث الله يا غوث الله يا شيخ الله يا شيخ الله يا شيخ الله يا أستاذ الله يا إمام الله يا إمام الدين يا إمام المتقين يا سلطان العارفين. കണ്ട, അതാണ് കാര്യം. ആവി പറക്കണാണ് കാര്യം. പിന്നെ മുമ്പ് ഇച്ചിരി കൂക്കി വലിഞ്ഞ് ഒന്ന് ലെവലാക്കി നിർത്തുക. എന്നിട്ട് യാ ഓസുൽ ആലം മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അങ്ങനെയാണ്. ഈ രൂപത്തിലുള്ള ചൂഷണം മറുഭാഗത്ത് അല്ലേ? അതുകൊണ്ട് അവസാനിച്ച വേറെ സാധനം എന്ത് കളന്തോട് തങ്ങൾ മൂപ്പറ ഹോബി എന്താ അത് കണ്ടോളൂ. പറക്കത്തെടുക്കണം. പുയ്യാപ്പിളക്ക് നാണം തന്നെ. ഈ ജാതി ആട്ടവും പാട്ടും ഇത് ദീനാണ് പോലും, ഇസ്ലാമാണ് പോലും, ആത്മീയതയാണ് പോലും. സമാധാനം കൊടുക്കണേ. സമാധാനം ഇതൊന്നുമല്ല, എന്തെല്ലാം തോന്നിയാസങ്ങളാണ്. സ്വന്തം വീട്ടിൽ ഈ ശൈഖന്മാരെ കൊണ്ടുവന്നിട്ട് സ്ത്രീകൾ പോയി മുത്തുക, ഉമ്മ വെക്കുക, എന്ത് വൃത്തികേട്! ഇതൊക്കെ ആത്മീയത എന്ന് പേരിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചൂഷണത്തിനെതിരെ ശബ്ദിക്കൽ ബോധവൽക്കരണം ആവശ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനം അതാ നിർവഹിച്ചത്. ഇസ്ലാം ഒരിക്കലും ഇതിന് കൂട്ടി നിന്നിട്ടില്ല. ഇസ്ലാം തൗഹീദിന്റെ മതമാണ്, തൗഹീദി ബോധമുള്ള മതമാണ്, പരലോക ചിന്തയുള്ള മതമാണ്, പരലോകത്തെക്കുറിച്ച് ഓർമ്മിക്കണമെന്ന് പറഞ്ഞ മതമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതാണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന പ്രഖ്യാപനം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കും, മരണം രുചിക്കും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഏ മനുഷ്യരെ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും
പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുക നാളെ പാരത്രിക ലോകത്തിലാണ്. അതുകൊണ്ട് ആ ലോകത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് വിജയം നേടാനുള്ളത്, അവിടെയാണ് നിങ്ങൾ വിജയം വരിക്കേണ്ടത്. ആ ലോകത്ത് ഫമൻ സുഹ്സിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അവിടെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ കടത്തപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയിച്ചവൻ. ആ വിജയത്തിനുള്ള മാർഗമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ആ മാർഗത്തിൽ തീവ്രവാദമില്ല, ആ മാർഗത്തിൽ ഭീകരവാദമില്ല, ആ മാർഗത്തിൽ ചൂഷണങ്ങളില്ല, ആ മാർഗത്തിൽ ധാർമ്മികതക്കെതിരെയുള്ള ഒരു വർത്തമാനമില്ല, ആ മാർഗത്തിൽ ദൈവനിഷേധമില്ല. കൃത്യമായി മനുഷ്യന് വഴി കാണിക്കുന്ന സിറാത്തുൽ മുസ്തഖീമായ സ്വർഗത്തിലേക്കുള്ള നേരായ പാത, ആ പാതയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യത. പ്രവാചകന്മാർ നടന്ന വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുകയും അതിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം മാനവ സമൂഹത്തോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസികൾ ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നാഥാ ഞങ്ങളെ നീ നേരായ മാർഗ്ഗത്തിൽ നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, പ്രവാചകന്മാരുടെ മാർഗം, സിദ്ദീഖുകളുടെ മാർഗം, ശുഹദാക്കളുടെ മാർഗം, സ്വാലിഹുകളുടെ മാർഗം, ആ മാർഗത്തിലൂടെ എന്നെ നയിക്കണേ നാഥാ. നിന്റെ കോപത്തിന് വിധേയരായ, നിന്റെ ശാപത്തിന് വിധേയരായ, നിന്റെ ശാപകോപതാപത്തിന് വിധേയരായ ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കല്ല, വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കല്ല, നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ദുആ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് നാം ഓരോരുത്തരും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തില വർസുഖന ഇജ്തിനാബ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.